Sorry. Okay. Good morning. What about others? ബാക്കിയുള്ളവർ എവിടെ? എല്ലാവരും റെഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മെഡിറ്റേഷന് ബിഗിൻ ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്യുക? കംപ്ലീറ്റ് റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്താം. ഓൾസോ നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാത്ത, നിങ്ങള് ശബ്ദങ്ങൾ അധികം നോയ്സ് കാര്യങ്ങൾ ഇല്ലാത്ത ഒരു പൊസിഷനിൽ ഒരു സ്ഥലത്ത് ഇരിക്കുക കേട്ടോ. ഓക്കെ, ഫുള്ളി റിലാക്സ്ഡ് ആണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രദ്ധ കംപ്ലീറ്റ് നിങ്ങളുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലേക്കും കൊണ്ടുപോകാം. തല മുതൽ കാല് വരെ ഓരോ ശരീരഭാഗവും കംപ്ലീറ്റ് റിലാക്സ്ഡ് ആണ് എന്നത് ഉറപ്പുവരുത്താം. ഓൾസോ നിങ്ങളുടെ ശരീരത്തിൽ ഏതെങ്കിലും ഭാഗത്തിൽ എന്തെങ്കിലും ടെൻഷൻസ് ഉണ്ടെങ്കിൽ അതിനെ പതിയെ റിലീസ് ചെയ്യാം. വെരി ഗുഡ്. പതിയെ നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരാം. ഫോക്കസ് ഓൺ യുവർ ബ്രെത്ത്. പതിയെ ശ്വാസം മൂക്കിലൂടെ ഉള്ളിലേക്ക് എടുക്കാം. ബ്രീത്ത് ഇൻ, hold on and breathe out. Once again, you can take a breath in, hold on and breathe out. ഇപ്പോൾ ആദ്യമുള്ളതിനേക്കാളും കൂടുതൽ റിലാക്സ്ഡ് ആകാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. വളരെ ശാന്തമായ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൾ പതിയെ അടയ്ക്കാം. ക്ലോസ് യുവർ ഐസ്. വളരെ സ്വസ്ഥമായ ഒരവസ്ഥയിലിരിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ഫോക്കസ് ചെയ്യാം. ശ്വാസത്തിനെ കൂടുതൽ ആസ്വദിച്ച് ഉള്ളിലേക്ക് എടുക്കാനും പുറത്തേക്ക് വിടാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ടേക്ക് എ ഡീപ് ബ്രെത്ത് ഇൻ, hold on for 1 second. Breathe out slowly. Breathe in. Hold on and breathe out slowly. Once again, take a deep breath in. Hold on for 1 second. Breathe out. ഓരോ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും
ഈ പ്രപഞ്ചത്തിലെ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് കടക്കുന്നതായി നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം. ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്ത് നിങ്ങളെ അലട്ടുന്ന ഏതെങ്കിലും രീതിയിലുള്ള ചിന്തകൾ, ശരീരത്തിലുള്ള ടെൻഷൻസ്, അതിനെയൊക്കെ പുറത്തേക്ക് റിലീസ് ചെയ്യാം. വെരി ഗുഡ്. Now you are more focused. ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾ aware ആണ്. പതിയെ നിങ്ങൾക്ക് നിങ്ങളുമായി കണക്ട് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പറയാം, ഞാൻ എൻ്റെ സ്വയത്തെയുമായി കണക്ട് ചെയ്യുന്നു. I am connecting with myself. Very good. എപ്പോഴെങ്കിലും ഡിസ്ട്രാക്ഷൻസ് തോന്നുമ്പോൾ വീണ്ടും ശ്വാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിങ്ങൾക്ക് തിരിച്ചു വരാം. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളിലേക്ക് നിങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളെ കൊണ്ടുവരാം. എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് ഈ ഒരു നിമിഷം എന്നിലേക്ക് വന്നെത്തിയിട്ടുള്ളത്? ഞാനിപ്പോൾ എടുത്തു വിട്ടുകൊണ്ടിരിക്കുന്ന ശ്വാസം എൻ്റെ ആരോഗ്യം, എൻ്റെ കുടുംബം, വീട്, സ്നേഹം എന്ന അനുഭവം, ഇങ്ങനെ എന്നിലുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും എൻ്റെ മനസ്സിലേക്ക് ഞാൻ കൊണ്ടുവരുന്നു. ഓരോ ബ്ലെസ്സിങ്സിനും താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. പതിയെ എൻ്റെ ശ്രദ്ധ എൻ്റെ ഹൃദയത്തിലേക്ക് എനിക്ക് കൊണ്ടുപോകാം. ഹൃദയത്തിലും ഗ്രാറ്റിറ്റ്യൂഡ് എന്ന ഫീലിങ്ങിനെ ഇവോക്ക് ചെയ്യാം. ഏതെല്ലാം രീതിയിലുള്ള അനുഗ്രഹങ്ങളാണ് ആ ഒരു ഹൃദയം എനിക്ക് വേണ്ടി ചെയ്യുന്നത്, എൻ്റെ ശരീരത്തിലൂടെ ഒഴുകുന്ന രക്തത്തിനെ അത് എല്ലായിടത്തേക്കും പ്രവഹിക്കാൻ സഹായിക്കുന്നുണ്ട്.
എന്റെ തലയിലൂടെ എന്ന പോലെ ഹൃദയത്തിലൂടെയും ചിന്തിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. സ്നേഹം എന്ന അനുഭവം എന്റെ ഹൃദയത്തിലൂടെ ഞാൻ അറിയുന്നുണ്ട്. യു ക്യാൻ ഫീൽ ദാറ്റ് ഹാർട്ട്. അതിനെ മലിനമാക്കുന്ന ഏതെങ്കിലും അവസ്ഥ അതിലുണ്ടെങ്കിൽ അതിനെ പതിയെ ലെറ്റ് ഗോ ചെയ്യാം. We are entering to a purification. You can slowly let go whatever is hurting you. നിങ്ങളെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളിൽ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് ഉണ്ടാക്കുന്ന ഏതെങ്കിലും അവസ്ഥ ആ ഒരു ഹൃദയത്തിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ പതിയെ അതിനെ ലെറ്റ് ഗോ ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പറയാം, I let go and let flow. I let go and I let flow. So now you are completely free and relaxed. ഹൃദയത്തിന് ഭാരമേൽപ്പിക്കുന്ന എല്ലാ നെഗറ്റീവ് ഇമോഷൻസിനെയും ചിന്തകളെയും നമ്മൾ ലെറ്റ് ഗോ ചെയ്തു. നമ്മൾ കൂടുതൽ റിലാക്സ്ഡ് ആണ്, കാം ആണ്. ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്ററിനോട്, സൃഷ്ടാവിനോട് നന്ദി പറയാം. ഈ ഒരു അവസരം തന്നതിന്. ഈ ഒരു നിമിഷത്തില് ഇവിടെ ഇരിക്കാൻ സാധിച്ചതിന്. You can say thank you. Thank you to my Creator for all the blessings. പതിയെ നിങ്ങൾക്ക് നിങ്ങളുടെ ശ്വാസത്തിലേക്ക് തിരിച്ചു വരാം. Focus on your breath. Take a deep breath in. ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. Hold on and breathe out slowly. Breathe in. Hold on. And breathe out slowly. Very good. Now you can slowly open your eyes and come back. കണ്ണുകൾ തുറന്ന് തിരിച്ചു വരാം. ഓക്കെ, തിരിച്ചെത്തിയിട്ടുള്ളവരൊന്ന് ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ബോഡിയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് ഇരിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ.
ഓൾസോ നിങ്ങൾക്ക് നിങ്ങളുടെ കൈ ജസ്റ്റ് റബ്ബ് ചെയ്തിട്ട് ഫേസിലൊക്കെ ഒന്ന് ടാപ്പ് ചെയ്യാം. സോ ഐ ഹോപ്പ് എല്ലാവരും തിരിച്ചെത്തിയിട്ടുണ്ട്. നിങ്ങൾ റിയാക്ഷൻസ് ഒന്നും കാണുന്നില്ലല്ലോ. ചാറ്റ് ബോക്സിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. എവിടെ പോയി? ഓക്കെ, താങ്ക് യു. ഒരാൾ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവർ ഓക്കെ. മഫീന മാം, എന്നില്ലേ. സോ യെസ്, നമ്മള് ജസ്റ്റ് ഒരു സ്മോൾ ഒരു ബ്രീത്തിങ് ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ നമ്മള് ജസ്റ്റ് ഒന്ന് ഹാർട്ടിനെ ഫീൽ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു പ്യൂരിഫിക്കേഷൻ. നമ്മൾ ഡെയിലി ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഹാർട്ടിനെ ചെക്ക് ഓൺ ചെയ്യുന്ന ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, അതായത് എപ്പോഴും ആലോചിക്കുക അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അല്ലെങ്കിൽ മിഡിൽ ഏതെങ്കിലും ഒരു ടൈമിൽ ഒരു ഡെയിലി ഒരു തവണയെങ്കിലും എന്റെ ഹാർട്ടിന്റെ സ്റ്റേറ്റ് എന്താണ് അവിടെ സംഭവിക്കുന്നത്, ഇങ്ങനെ ചെക്ക് ഓൺ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഇമോഷൻസ്, ഫീലിങ്സ്, അല്ലെങ്കിൽ ലൈഫിൽ ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങള്, അതിനെയൊക്കെ നമുക്കൊന്ന് ക്ലാരിറ്റിയിൽ കാണാനും ഫീൽ ചെയ്യാനും അതിന് ലെറ്റ് ഗോ ചെയ്യാനും നമുക്ക് എളുപ്പത്തിൽ സാധിക്കും എന്നുള്ളതാണ്. സോ ഇത് റമദാൻ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ടൈം പീരിയഡും അതേപോലെ ഇതുപോലൊരു സെഷനും ഒക്കെ നമുക്ക് കിട്ടിയതുകൊണ്ട് വി ആർ സോ ബ്ലെസ്ഡ്. ഇതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. സോ ഐ ആം വെരി ഗ്രേറ്റ്ഫുൾ. അപ്പൊ നിങ്ങളും ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റേറ്റിൽ തന്നെ ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ ഒരു പ്രോസസ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഐ വെൽക്കം ഫാരിഷ മാം ടു ലീഡ് ദ സെഷൻ. നിങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യായിരിക്കും, ഇന്നൊരു സ്പെഷ്യൽ സെഷൻ ആയതുകൊണ്ട് തന്നെ. സോ യെസ്, ഓവർ ടു യു ഫാരിഷ മാം. Thank you. Assalamu alaikum wa rahmatullah. First of all, Alhamdulillahi Rabbil Alameen. സർവസ്തുതിയും സർവലോക രക്ഷിതാവിന്. ആൻഡ് നമ്മൾ ഈ ഫോർഗിവ്നെസിന്റെ സെഷൻ പ്ലാൻ ചെയ്തിട്ട് ആക്ച്വലി ലൈക്ക് ഇങ്ങനെ ഒരു ഡീവിയേഷൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ റിയലി ഗ്രേറ്റ്ഫുൾ. പ്രസീദ് സർ ആക്ച്വലി എന്റെ ലൈഫിൽ ഒരു ഹലോ എന്താ മ്യൂട്ട് ചെയ്യോ ഹിബ? ഒരു സെക്കൻഡ്. ഓക്കെ. അപ്പോ ആക്ച്വലി പ്രസിദ് സർ എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു വ്യക്തിയാണ്. സാറിനെ കുറിച്ച് പറയാന്ന് വെച്ച് കഴിഞ്ഞാല് റിയലി ഒരു എന്താ പറയാ, വാക്കുകൾക്ക് ഒരു മാന്ത്രിക ശക്തിയിലുള്ള ഒരു മനുഷ്യനാണെന്ന് തോന്നാറുണ്ട് പലപ്പോഴും. അങ്ങനെ ഒരു വ്യക്തിയാണ് സാർ. അപ്പൊ പറഞ്ഞപ്പോ തന്നെ വൈ നോട്ട് എന്നുള്ള രീതിക്ക് സാർ സമ്മതിച്ചു എന്നുള്ളതാണ്. ഹീസ് എ ഫിലിം മേക്കർ ആൻഡ് ഓൾസോ ഹീസ് ഓതർ. ആൻഡ് സാർ എന്താണ് ഫ്യൂച്ചറിൽ നമുക്കറിയില്ല. ബട്ട് ഈ ഹാവ് എ മിറാക്കിൾസ്. ഐ ഫീൽ ദാറ്റ് ഈ ഹാവ് ഒരു മാന്ത്രിക ശക്തി. സംസാരത്തിനൊപ്പം കുറച്ച് പറഞ്ഞു കഴിഞ്ഞാലും അതിലൊരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോ റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. സാറിന് നമുക്ക് ഇന്ന് ഇവിടെ സാറിന്റെ വിസ്റ്റംസ് കേൾക്കാൻ സാറിന് അവൈലബിൾ ആയതിന് സൃഷ്ടാവിനും സാറിനും നമ്മളെ ക്ഷണം സ്വീകരിച്ചു വന്നതിന് റിയലി ഗ്രേറ്റ്ഫുൾ ആൻഡ് താങ്ക് യു സോ മച്ച്. ആൻഡ് പിന്നെ പറയാനുള്ള വെച്ച് കഴിഞ്ഞാല് നമ്മള് നെക്സ്റ്റ് മഗ്ഫിറത്തിന്റെ പത്തിലേക്ക് കിടക്കാൻ നമ്മൾ ഫൊർഗിവ്നെസിന്റെ പത്തിലേക്ക് കിടക്കാൻ പോവാണല്ലേ. അപ്പോ റൈറ്റ് ടൈമിലാണ് നമുക്ക് സെഷൻ കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇത് ആക്ച്വലി ഭയങ്കര പ്ലാൻഡ് ആയിട്ട് തുടങ്ങിയ സാധനമല്ല, പെട്ടെന്ന് ഒരു സ്പോണ്ടേനിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ് റംദാൻ റീകണക്ട്. അത് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഒരു ദിവസം ഞാനും സാറുമായിട്ടുള്ള കോൺവെർസേഷന്റെ ഇടയിൽ എനിക്ക് ഐ ഫീൽ ദാറ്റ് സാറ് പറയണം ഈ സാധനം ഒന്ന്. ഐ പേഴ്സണലി ഫീൽ സോ റിയലി താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ സാറ് നമ്മൾ ക്ഷണം സ്വീകരിച്ച് വന്നതിന്. അപ്പം ഓവർ ടു യു സർ. താങ്ക് യു ഫരിഷ. വെരി ഗുഡ് മോർണിംഗ് എവരി വൺ. ഓഡിബിൾ അല്ല ഞാൻ? വോയിസ് ഒക്കെ ഓക്കെ അല്ലേ? ഓക്കെ. തുടക്കത്തിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പോ എവറിത്തിങ് ഈസ് കണക്റ്റഡ് എന്ന് നമുക്ക് പറയാം. അപ്പോ റിൻഷനെ ഇന്നിപ്പോ ഇവിടെ കൊടുത്ത മെഡിറ്റേഷനില് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ഹൃദയത്തിനുള്ളില് കെട്ടിക്കിടക്കുന്ന ഭാരങ്ങളെയൊക്കെ എടുത്ത് പുറത്ത് കളയാനായിട്ടാണ് പറഞ്ഞത്. ശരിക്കും ഫൊർഗീവ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. നമ്മുടെ ഹൃദയത്തിനെ
സ്വതന്ത്രമാക്കുക. അപ്പോ ഞാൻ എന്താണോ ഇവിടെ പറയണമെന്ന് എൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നത്, അതിന് ഏറ്റവും മനോഹരമായ ഒരു തുടക്കം സമ്മാനിച്ചതിന് റിൻഷിനയ്ക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. ഹൃദയം ഇങ്ങനെ നിറയട്ടെ. ആൻഡ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, അസ്സാം വലൈക്കും. നമ്മൾ ജനിക്കുമ്പോൾ മുതല് മരിക്കുമ്പോൾ വരെ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നവരാണ്. ഒരു കാര്യമില്ലെങ്കിലും ഓടിക്കൊണ്ടിരിക്കും. സമയത്തിനെ കുറിച്ചിട്ടൊന്നും ആരും ബോധർ ചെയ്യുന്നില്ല. റണ്ണ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു റെസ്റ്റ് എടുക്കാതെ, ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ നമ്മൾ തിരക്കിട്ട് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അതിനിടയ്ക്ക് കിട്ടുന്ന ഒരു കുറച്ച് സമയം എപ്പോഴെങ്കിലും നമ്മളൊന്ന് നമ്മളെ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കും, അല്ലെങ്കിൽ ഒന്ന് നമ്മളെ സൃഷ്ടിച്ചവനെ അറിയാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കും, അല്ലേ? അങ്ങനെയുള്ള ഒരു സമയമാണ്, ഒരു വർഷത്തിൽ കിട്ടുന്ന, ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ എല്ലാവർക്കും കിട്ടുന്ന ഒരു സമയമാണ് ഈ റമദാൻ കാലം എന്ന് പറയുന്നത്. അപ്പോ വിശപ്പും ദാഹവും ഒക്കെ നിയന്ത്രിച്ചുകൊണ്ട്, പലതും ത്യജിച്ചുകൊണ്ട്, സ്നേഹിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ നോമ്പെടുക്കാറുണ്ട്. പക്ഷെ നമ്മൾ നമ്മളോടൊരു ചോദ്യം സെൽഫിനോടൊന്ന് ചോദിച്ചു നോക്കിയേ. നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്തും വിടാതെ പിടിച്ചു നിർത്തിയിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഹൃദയത്തിനുള്ളിലുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവും. എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഹൃദയത്തിനുള്ളില് നമ്മൾ പലതിനെയും പിടിച്ചു നിർത്തി കഴിയുമ്പോൾ അത് നമുക്കൊരു ഭാരമായിട്ട് അനുഭവപ്പെടുമെന്ന് എല്ലാവർക്കും തോന്നിയിട്ടില്ലേ? നമ്മൾ നോമ്പെടുക്കുന്ന സമയത്ത് വിശന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വയറിനോട് പറയാം, സാരമില്ല കേട്ടോ, ഇന്ന് വൈകുന്നേരം വരെ ക്ഷമിക്ക്, നോമ്പൊക്കെ തുറന്നിട്ട് നമുക്ക് കഴിക്കാം, ക്ഷമിക്ക് എന്ന് വയറിനോട് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഒരു വേദന ഉണ്ടെന്ന് വെക്കുക. ആരെങ്കിലുമൊക്കെ നമ്മളെ എപ്പോഴെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ട്, ചില കുറ്റബോധങ്ങളുണ്ട്. അപ്പൊ ഈ വയറിനോട് നമ്മളൊരു സോറി പറയുന്ന അതേ ഒരു ഈസിനെസ്സോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ ഹൃദയത്തിനോട് പറയാൻ സാധിച്ചിട്ടുണ്ടോ? ഒന്ന് ക്ഷമിക്കണം കേട്ടോ, ഒന്ന് പുറത്തു തരണം കേട്ടോ എന്നുള്ളത്. അങ്ങനെ സാധിച്ചിട്ടുണ്ടോ എന്നതൊരു ചോദ്യമാണ്. പക്ഷെ അങ്ങനെ ഒന്ന് ക്ഷമിച്ചു കൊടുക്കാതെ, പുറത്തു കൊടുക്കാതെ നമ്മൾ ഭക്ഷണവും ജലവും ഒക്കെ ഉപേക്ഷിച്ചിട്ട് നോമ്പെടുത്തിട്ട് എന്താണ് കാര്യം? ആദ്യം ചെയ്യേണ്ടത് ഹൃദയത്തിനുള്ളമൊന്ന് ശുദ്ധമാക്കുക എന്നുള്ളതാണ്. ഈ റമദാൻ നമ്മളെ സ്നേഹവും ആരാധനയും പഠിപ്പിക്കുന്ന മാസം മാത്രമല്ല, നമ്മുടെ ഹൃദയം എന്താണ് വിടാതെ പിടിച്ചു നിർത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു കാലം കൂടെയാണ് ഈ ഒരു മാസക്കാലം. ഈ ഒരു മാസക്കാലം ഒന്ന് എടുത്തു പറയാൻ കാരണം, ഞാൻ വീണ്ടും പറഞ്ഞതുപോലെ, തിരക്ക് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തില് വളരെ റയറസ്റ്റ് ആയിട്ട് കിട്ടുന്ന കുറച്ച് നാളുകളാണ്. ഇപ്പൊ ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ച് റമദാൻ മാസമായിരിക്കാം. ക്രിസ്ത്യൻ മതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 50 നോയമ്പ് എന്ന് പറഞ്ഞിട്ട് ഈസ്റ്ററിനോടനുബന്ധിച്ച് നോയമ്പുണ്ട്. അപ്പം ഹിന്ദുസിനെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പൊ ശബരിമലയ്ക്കൊക്കെ പോകാനായിട്ട് വ്രതമെടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഉപവാസങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു ഷോർട്ട് ടൈം പീരീഡ് ആണ്. 41 ദിവസം വ്രതം എടുക്കും എന്നൊക്കെ പറയും. പക്ഷെ ഇന്നത്തെ കാലത്ത് കൂടിപ്പോയാൽ ഒരു 1 വീക്കൊക്കെ നോമ്പെടുത്തിട്ടാണ് ശബരിമലയ്ക്കൊക്കെ പോകുന്നത്. അത്രയും ആളുകൾ ഫാസ്റ്റസ്റ്റ് ആയിപ്പോയി. എനിവേസ്, ആ ഒരു സമയത്ത് നമ്മൾ എടുക്കുന്ന ആ ഒരു നൊയമ്പ്, വ്രതം, എന്തൊക്കെ ചെയ്താലും, എത്ര പ്രാർത്ഥിച്ചാലും, എത്രയൊക്കെ ദാനധർമ്മങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാലും ശരി, ഇതിനെയൊക്കെ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാള് ഇവിടെ ഇരിപ്പുണ്ട്, ഹാർട്ട്. ഇതിനുള്ളില് എന്തെങ്കിലുമൊക്കെ കെട്ടിക്കിടന്നിട്ട് നമ്മളിത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ആ കർമ്മങ്ങളൊന്നും ഫലവത്താവുകയില്ല. നമ്മളിലേക്ക് ആ കർമ്മങ്ങൾ തരേണ്ട ആൾക്ക് കൃത്യമായിട്ട് അത് തരാനും പറ്റുന്നില്ല. അപ്പോ ഫാരിഷയും ഇവരൊക്കെ എന്നെ ഇന്നിവിടെ ക്ഷണിച്ചിരിക്കുന്നത് ഈ ഫോർഗീവ്നെസ്സിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇനി പറയാൻ പോകുന്ന ഫോർഗീവ്നെസ് എന്ന് പറയുന്നത് മറ്റാരുടെയും കഥയല്ല. ഇത് നമ്മുടെ കഥയാണ്. നമ്മുടെ ഹൃദയത്തിന്, നമ്മുടെ ആത്മാവിന് സ്വാതന്ത്ര്യം കിട്ടുന്ന, അല്ലെങ്കിൽ കിട്ടാൻ പോകുന്ന ഒരു സ്റ്റോറിയാണ്. എല്ലാവർക്കും കഥയൊക്കെ കേൾക്കാൻ ഇഷ്ടമല്ലേ? അപ്പൊ നമുക്കൊരു
ടോക്ക് എന്നതിലുപരി ഒരു സ്റ്റോറി വൈസിൽ ഇങ്ങ് കഥയൊക്കെ പറഞ്ഞിട്ട് പോവാം. ഇപ്പോ ഫാരിഷ പറഞ്ഞ പോലെ ആദ്യത്തെ 10 ദിവസങ്ങൾ ഏതാണ്ട് കടന്നുപോയി. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് നിങ്ങൾ എല്ലാവരും പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ പ്രാണന്, ആത്മാവിന് സ്വാതന്ത്ര്യം നൽകി, സ്നേഹം നൽകി, ക്ഷമിച്ച്, പുറത്ത് കൊടുത്ത് മുമ്പോട്ട് പോകുമ്പോഴാണ് ഇനിയുള്ള ദിവസങ്ങൾ ഏറ്റവും മനോഹരമാകുന്നത്. അല്ലാത്ത പക്ഷം നിങ്ങൾ ത്യജിക്കുന്നതൊന്നും ത്യാഗമല്ല, പ്രാർത്ഥിക്കുന്നതൊന്നും പ്രാർത്ഥനയല്ല, അറിയുന്നതൊന്നും അവനെയുമല്ല. ഞാൻ ഒരു ചോദ്യം ചോദിക്കാം, ആൻസർ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി. നിങ്ങളൊക്കെ എപ്പോഴെങ്കിലും ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലൊരു വേദന അനുഭവപ്പെടാറുണ്ടോ? ഇപ്പോ ആരെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ നമ്മളെ വേദനിപ്പിച്ചതിന്റെ ഒരു ഓർമ്മയായിട്ട്, അവരത് മറന്നെങ്കിലും നമ്മൾ ചിലപ്പോൾ മറക്കാൻ ചാൻസ് ഇല്ല, അങ്ങനെ ഒരു വേദനയോട് കൂടിയിട്ട് ഉറങ്ങിയിട്ടുണ്ടോ? ഇപ്പോഴും ഉറങ്ങാറുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യൂ. യെസ്, ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. ബിക്കോസ് നമ്മളൊക്കെ മനുഷ്യരാണ്. എത്രയൊക്കെ കഴുകിക്കളഞ്ഞാലും എന്തെങ്കിലുമൊക്കെ അഴുക്ക് നമ്മുടെ കൈകളിൽ ഉണ്ടാവാറില്ലേ, ശരീരത്തിൽ ഉണ്ടാവാറില്ലേ, വസ്ത്രങ്ങളിൽ ഉണ്ടാവാറില്ലേ? അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിലും ഉണ്ട്. എല്ലാം തികഞ്ഞവരല്ലല്ലോ നമ്മൾ. യെസ്. അപ്പോ ഈ റമദാൻ മാസം നമ്മളെ ഭക്ഷണവും പാനീയവും ഒക്കെ ഉപേക്ഷിച്ച് ത്യജിക്കാൻ പഠിപ്പിക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇനി നമ്മൾ പഠിക്കേണ്ടത് ചില വേദനകളെ ഒന്ന് എടുത്ത് കളയാനായിട്ടാണ്, ചില വേദനകളെ ഒന്ന് ഉപേക്ഷിച്ച് കളയാനായിട്ടാണ്. സോ നമുക്കൊരു യാത്ര പോകാം ഒരുമിച്ച്. മെല്ലെ ആ വേദനകളെയൊക്കെ എടുത്തു കളഞ്ഞിട്ട് മുമ്പോട്ട്. നോമ്പ് വയറ്റിനെ ശുദ്ധമാക്കുന്നു, ക്ഷമ ഹൃദയത്തെ ശുദ്ധമാക്കുന്നു. എത്ര ഭംഗിയുള്ള ഒരു വേർഡ്സ് ആണെന്ന് ആലോചിച്ച് നോക്കി. നോമ്പെന്ന് പറയുമ്പോൾ നമ്മളുടെ ശരീരത്തിനെയും ഉണ്ടായിരുന്നു, ഇപ്പൊ മാറി. ഓക്കെ ഓക്കെ. നോമ്പ് വയറ്റിനെ ശുദ്ധമാക്കുന്നു, ക്ഷമ ഹൃദയത്തെ ശുദ്ധമാക്കുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു തോട്ട് പ്രോസസ് ആണ്. ശരിക്കും റമദാൻ എന്ന് പറഞ്ഞാൽ എന്താ? സിമ്പിൾ ആയിട്ട് ആർക്കെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാവോ? വാട്ട് ഈസ് റമദാൻ? റമദാൻ ഈസ് ഈക്വൽ ടു ആരുല്ലേ? സാക്രിഫൈസ്. യെസ്. ആൻഡ് എനി അതർ ആൻസേഴ്സ്? നിങ്ങളുടെ കാഴ്ചപ്പാടില്, അനുഭവത്തിൽ എന്താണ് റമദാൻ? ധൈര്യമായിട്ട് പറഞ്ഞു. അത് ഉള്ളിൽ നിന്ന് വരട്ടെ പരിവർത്തനം. തീർച്ചയായും. ഏറ്റവും കൂടുതൽ റമദാൻ നമുക്ക് ക്ഷമ തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ പഠിച്ചു കളയുന്നത്. ഓക്കെ. എനിവേസ്, എല്ലാം ശരിയാണ്. റമദാൻ എന്ന് പറയുമ്പോൾ ഒരു ടൈപ്പ് ഓഫ് ഡീടോക്സിക്കേഷൻ എന്നും കൂടെ അതിനെ വിളിക്കാം അല്ലേ? ഡീടോക്സിക്കേഷൻ മീൻസ്, ടോക്സിക് എന്ന് പറഞ്ഞാൽ എന്താണ്? വിഷം. വിഷത്തിനെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു കാലം എന്ന് കൂടെ സിമ്പിളായിട്ട് ഞാൻ അതിനെ ഒന്ന് ഡിഫൈൻ ചെയ്ത് പറഞ്ഞുതരാം. വിഷമുള്ളിൽ ചെന്നാൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ മരിക്കും. ഇനി മരിച്ചില്ലെങ്കിൽ തന്നെ ഏതെങ്കിലുമൊക്കെ അവയവങ്ങൾക്കൊക്കെ ഡാമേജ് സംഭവിക്കാം, ചിലപ്പോൾ ബോധം തന്നെ നഷ്ടപ്പെടാം അല്ലെ? അപ്പോ ജനനം മുതൽ നമ്മുടെ ഉള്ളിലുള്ളൊരു വിഷമുണ്ട്. ആ വിഷം നമ്മുടെ കൂടെ ഉള്ള സമയത്ത് ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാല്, നമ്മൾ വെറുതെ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. മരിച്ചതിന് തുല്യമാണ്. ഇത് വെറും ഒരു ബോഡി മാത്രമാണ്. ഇതിൽ എന്തൊക്കെയോ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്, പക്ഷെ മരിച്ചതിന് തുല്യമായിട്ടുള്ള അവസ്ഥയാണ്. അപ്പോ റമദാൻ സമയത്ത് അനുഷ്ഠിക്കുന്ന ഈ ഒരു വ്രതം, ഈ ഒരു നോമ്പ് എങ്ങനെയാണ് ഉള്ളിലൊരു ഡീടോക്സിക്കേഷൻ നടത്തുന്നതെന്ന് അറിയോ? 3 തരത്തിലുള്ള ഡീടോക്സിക്കേഷൻ ശരിക്കും നോമ്പ് കാലത്ത് സംഭവിക്കുന്നുണ്ട്. ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത്, നോമ്പെടുക്കുന്ന സമയത്ത്,
ഫുഡ് ഡീടോക്സിക്കേഷൻ ആണ്. നമ്മൾ എന്തെല്ലാം വാരി വലിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന ദിവസവും രാവിലെ തൊട്ട് രാത്രി ഉറങ്ങുന്നിടം വരെ കണക്കില്ലാതെ ഒരു നിയന്ത്രണവും ഇല്ലാതെ പലതും കഴിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു മാസക്കാലം അറ്റ്ലീസ്റ്റ് ആ നോമ്പെടുക്കുന്ന സമയത്തെങ്കിലും അതിനൊരു കൺട്രോളൊക്കെ വന്നിട്ട് അവിടെ നമ്പർ 1 ഒരു ഫുഡ് ഡീടോക്സിക്കേഷൻ നടക്കുന്നുണ്ട്. പിന്നെ സിക്കർ അല്ലെങ്കിൽ നിങ്ങളുടെ ആ പ്രാർത്ഥനകളൊക്കെ ചൊല്ലുന്ന നേരത്ത് ഒരു മൈൻഡ് ഡീടോക്സിക്കേഷൻ നടക്കുന്നില്ലേ? ആരാധനയിൽ ലയിച്ചിരിക്കുമ്പോൾ അവനിലെല്ലാം അർപ്പിച്ചിരിക്കുന്ന സമയത്ത് മനസ്സിനുള്ളിലെ എല്ലാ വിഷങ്ങളെന്ന് ഉദ്ദേശിച്ചത് പല വിധത്തിൽപ്പെട്ട വികാരങ്ങൾ, ചിന്തകളൊക്കെ ഒഴുകിപ്പോയിട്ട് ഒരു മൈൻഡ് ഡീടോക്സിക്കേഷൻ നടക്കുന്നുണ്ട്. പിന്നെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് പുറത്തു നൽകൽ, ക്ഷമ ചോദിക്കൽ എന്ന ഫോർഗിവ്നെസ്സില് ഹാർട്ടിനുള്ളിൽ ഒരു ഡീടോക്സിക്കേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ഈ 3 ഡീടോക്സിക്കേഷനും കൂടെ ചേർന്നിട്ട് നമ്മുടെ ഉള്ളിലുള്ള എല്ലാ വിഷത്തിനെയും ഇല്ലായ്മ ചെയ്യുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു കാലമാണ് ഈ ഒരു മാസക്കാലം, റമദാൻ കാലത്തിലൂടെ കടന്നു പോകുന്നത്. നമുക്ക് വേണ്ടാത്തതിനൊക്കെ കഴുകിക്കളഞ്ഞിട്ട് വൃത്തിയുള്ള ഒരു പാത്രം പോലെ നമ്മളെ മാറ്റുകയാണ്, ഒരു ഒഴിഞ്ഞ പാത്രമായിട്ട് മാറ്റുകയാണ്. ഈ ഒഴിഞ്ഞ പാത്രമായിട്ട് മാറ്റുന്നത് എന്തിനെന്നറിയോ? നമ്മളിലേക്ക് ഈ ഒഴിച്ചു തരുന്ന ഒരാളുണ്ട്, ആ ആൾക്ക് ഒഴിക്കേണ്ടതൊക്കെ കൃത്യമായിട്ട് നല്ല പാകത്തിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മാസക്കാലത്ത് വേണ്ടാത്തതിനെയൊക്കെ ഒഴുക്കിക്കളയുന്നത്. ആക്ച്വലി റമദാൻ ടീച്ചേഴ്സ് ടു എംപ്റ്റി അവർ സെൽഫ്, നമ്മുടെ ഉള്ളത്തിനെ, നമ്മുടെ ഹൃദയത്തിനെ ശൂന്യമാക്കാൻ ഈ ഒരു മാസം നമ്മളെ പഠിപ്പിക്കും. സോ അള്ളാഹ് ക്യാൻ ഫില്ലസ്, നമ്മളെ പടച്ചു വിട്ട പടച്ചവന് നിറയ്ക്കേണ്ടതൊക്കെ ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കാൻ പറ്റും, അല്ലെ? അതുപോലെ ഞാൻ ഈ പറഞ്ഞ ഒഴിഞ്ഞ പാത്രമായിട്ട് ഇരിക്കുന്ന നേരത്താണ് ഇത്രയും കാലം നമ്മൾ ചെയ്ത പാപങ്ങളായിക്കോട്ടെ, തെറ്റുകളായിക്കോട്ടെ, ഒന്ന് വഴിമാറി നടന്നതായിക്കോട്ടെ, അതിനെയൊക്കെ ഒരു അരിപ്പയിലൂടെ ഫിൽട്ടർ ചെയ്യുന്ന പോലെ ഫിൽട്ടർ ചെയ്തിട്ട് കാണേണ്ടതിനെല്ലാം കാണിച്ചു തരുന്നതും കാണേണ്ടാത്തവയെല്ലാം ഒഴിവാക്കി കളയുന്നതും ഈ ഒരു കാലത്താണ്. ബോഡി ഫാസ്റ്റിംഗ് ഒരു ഡീടോക്സിംഗ് ആണ്. അതുപോലെ റമദാൻ കാലത്ത് നിങ്ങൾ പരമാവധി നല്ല വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്, കള്ളം പറയാതെ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ആക്ച്വലി അതൊരു ടങ് ഡീടോക്സിക്കേഷൻ ആണ്. നാക്കിനും അവിടെ ഒരു ഡീടോക്സിക്കേഷൻ നടക്കുന്നുണ്ട്. പിന്നെ ഹൃദയത്തിന് കൊടുക്കുന്ന ഒരു നോമ്പുണ്ട്, അല്ലെ? ഓരോ ഭാഗത്തിനും നമ്മൾ ഒരു വ്രതം കൊടുക്കുന്നുണ്ട്. ഹാർട്ടിന് കൊടുക്കുന്ന ആ ഒരു ഫാസ്റ്റിങ്ങിലൂടെ സംഭവിക്കുന്നത് ഉള്ളിലുള്ള ഗ്രഡ്ജസിനെയൊക്കെ റിലീസ് ആവുകയാണ് ശരിക്കും അവിടെ സംഭവിക്കുന്നത്. നമ്മൾ ഭക്ഷണം ഒഴിവാക്കുന്നു, വാക്കുകൾ നിയന്ത്രിക്കുന്നു, കണ്ണുകളെ സംരക്ഷിക്കുന്നു, കാണേണ്ടത് ഹറാമായതിനെ എല്ലാം മാറ്റി നിർത്തിയിട്ട് ആവശ്യമുള്ളതിനെ മാത്രം നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ ശ്രദ്ധിക്കുമ്പോഴും ഞാൻ വീണ്ടും ചോദിക്കുന്നു, നമ്മുടെ ഹൃദയത്തിന്റെ കാര്യവും, ഈ ഹൃദയത്തിന് നമ്മുടെ ആത്മാവിന്റെ കാര്യവും അത് ശ്രദ്ധിക്കാറുണ്ടോ എല്ലായ്പ്പോഴും? അൺഫോർഗീവ്നെസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്ഷമ ചോദിക്കാതിരിക്കലും പുറത്തു നൽകാതിരിക്കലും എന്നൊക്കെ പറയുന്നത് ഒരു ഒരു കല്ലെടുത്ത് കയറ്റി വെച്ചതുപോലെയുള്ള ഒരു അവസ്ഥയാണ്. വലിയൊരു ഭാരമാണ്. ആക്ച്വലി ആ ഭാരത്തിനെ നമുക്ക് കാണാനാവില്ല. എന്നാൽ ഈ ഭാരം കൊണ്ട് ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്, ഇത് നമ്മുടെ ആത്മാവിനെ ക്ഷീണിപ്പിക്കുന്നുണ്ട്. നമ്മൾ അറിയാതെ നമുക്ക് തളർച്ച കിട്ടുന്നു. ചില ആളുകളില്ല, അവരെത്ര വ്രതമെടുത്താലും എത്ര കാലം ഉപവസിച്ചാലും അവരുടെ മുഖത്ത് ആ തേജസ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. എത്ര നാളവര് ഏതൊക്കെ കഠിന വ്രതത്തിലൂടെ കടന്നുപോയാലും ശരി, അവരെപ്പോഴും ഇങ്ങനെ ശാന്തമായിട്ടിരിക്കും. കാരണം അവരുടെ ഉള്ളിൽ ഞാൻ ഈ പറഞ്ഞ ആ ഭാരമില്ല, ആ കല്ലില്ലാത്ത ഒരവസ്ഥയിൽ അവർ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ ആത്മാവിന് ഒരിക്കലും ക്ഷീണം അനുഭവപ്പെടുന്നില്ല. നമ്മൾ ഈ കാണുന്ന ശരീരം, നമ്മുടെ ഈ സൗന്ദര്യം, നമ്മുടെ അവയവങ്ങളൊക്കെ ഇതൊക്കെ ഒരു പരിധി കഴിയുമ്പോൾ ഇല്ലാണ്ടായി പോകും. നശ്വരമായത് ഈ പ്രപഞ്ചത്തിൽ അവശേഷിക്കുന്ന ഒന്നു മാത്രമേ ഉള്ളൂ, നമ്മുടെ സോളെന്ന് പറയുന്നത്. അപ്പൊ ആ സോളിന് ഇപ്പോഴെ തന്നെ ഭാരം കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിയുമ്പോൾ ആ ഭാരത്തിന്റെ ഒരു ഹാലില് ചിലപ്പോൾ ആ സോള് മുമ്പോട്ട് പോകും. അപ്പൊ ആ സോളിന് അതിൻ്റെതായിട്ടുള്ള ഒരു പർപ്പസ് കണ്ടെത്താൻ പറ്റണമെന്നില്ല. കഥ പറച്ചിലിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ ഞാനൊരു കഥ പറയാം. ഒരു നാട്ടില് ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഇയാളെ എല്ലാവരും കാണുന്ന സമയത്ത്
അയാളുടെ കയ്യിൽ ഒരു കല്ലുണ്ടായിരിക്കും. ഇയാള് എവിടെ പോയാലും, ആരാധനാലയത്തിൽ പോയാലും മാർക്കറ്റിൽ പോയാലും ജോലി ചെയ്യുമ്പോഴും ഫുഡ് കഴിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും കുളിക്കുമ്പോഴും ഒക്കെ ഫുൾ ടൈം അദ്ദേഹം ഈ കല്ല് പിടിച്ചോണ്ടിരിക്കും. അപ്പോ എല്ലാവരും ചോദിക്കുന്നുണ്ട്, താൻ എന്തിനാണോ ഈ കല്ല് കൊണ്ട് നടക്കുന്നതെന്ന്. അപ്പൊ അയാൾ പറയും, എടാ ഇത് എന്നെ ഒരിക്കൽ വേദനിപ്പിച്ച ഒരുത്തന്റെ ഓർമ്മയ്ക്കാണ്. എനിക്ക് ഈ കല്ല് കയ്യിലിരിക്കുന്ന സമയത്തൊക്കെ അവനെ ഓർമ്മ വരും. എനിക്ക് അവനോട് പ്രതികാരം ചെയ്യണം, അതാണ് എൻ്റെ ജീവിത ലക്ഷ്യം. എനിക്ക് ഈ കല്ല് ഒരിക്കലും കളയാൻ പറ്റില്ല, എനിക്ക് അവനോട് റിവെഞ്ച് എടുക്കണം എന്ന് പറയും. ഇവനോട് പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും അവരവരുടെ വഴി നോക്കിപ്പോകും. ഇങ്ങനെ കാലങ്ങൾ കടന്നുപോയി. അപ്പോ ഈ കല്ല് ഇയാള് കൊണ്ടു നടക്കുന്ന സമയത്ത് അയാള് തിരിച്ചറിയാത്ത ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ആക്ച്വലി ആ കല്ല് വേദനിപ്പിക്കുന്നത് ആരെയാ? ആ മനുഷ്യനെ മാത്രമാണ്. അയാളോട് തെറ്റ് ചെയ്ത ആ വ്യക്തി പോലും ഇതൊക്കെ മറന്നു പോയിട്ടുണ്ടായിരിക്കാം. അയാൾ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അയാൾ ഏത് അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് നമുക്കറിയില്ല. പക്ഷെ ഈ കല്ല് കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്ന കാലത്തോളം ആ മനുഷ്യന് ഒരു മനസ്സമാധാനം കിട്ടുമോ? അയാൾക്കൊന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുമോ? ഫുഡ് കഴിക്കുമ്പോഴും കുളിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ ചിന്ത മൊത്തം എവിടെയാണ് തളഞ്ഞു കിടക്കുന്നത്? ഈ കല്ലിലാണ്. ആക്ച്വലി ഈ കല്ലെന്ന് പറയുന്നത് ഒരു മെറ്റഫറാണ്, ഒരു സൂചന മാത്രമാണ്. ഈ കല്ല് പോലെ തന്നെയാണ് നമ്മളൊക്കെയും നമ്മുടെ പ്രിയപ്പെട്ടവരോട്, നമ്മൾ ജസ്റ്റ് ചിലപ്പം വഴി വെച്ച് കണ്ടുമുട്ടിയ ആളോട്, അല്ലെങ്കിൽ ഒരാൾ ചിലപ്പം നമ്മളെ നോക്കി ചിരിക്കാത്തതിന്റെ പേരിലായിരിക്കാം, നമ്മൾ അയച്ച ഒരു മെസ്സേജിന് റിപ്ലൈ തരാത്തതിന്റെ പേരിലായിരിക്കാം, കടം വാങ്ങിച്ചുകൊണ്ട് എന്നോ പോയ എത്രയോ ഒരു തുക തിരിച്ചു തരാത്തതിന്റെ പേരിലായിരിക്കാം ഉള്ളില് ഒരു കല്ലിങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ ഭാരം, ക്ഷമ ചോദിക്കാൻ കഴിയാത്ത, പുറത്തു കൊടുക്കാൻ പറ്റാത്ത ആ ഭാരം നമ്മുടെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന കാലത്തോളം നമുക്കൊന്ന് സമാധാനമായിട്ട് നടക്കാൻ പറ്റുമോ? ഒന്ന് ശാന്തമായിട്ട് ഉറങ്ങാൻ പറ്റുമോ? എല്ലാം മറന്നൊന്ന് സുഖമായിട്ട് ഉറങ്ങാൻ എനിക്ക് നീ രക്ഷ തരണേ പടച്ചോനെ എന്നല്ലേ പ്രാർത്ഥിക്കുന്നേ. എന്നിട്ടും എല്ലാം മറന്നുറങ്ങണമെന്ന് പറയുമ്പോഴും എവിടെയൊക്കെയോ നമ്മൾ ചെറുതും വലുതുമായ ചില കല്ലുകൾ കൊണ്ട് നടക്കുന്നില്ലേ? അപ്പോ അൺഫോർഗീവ്നെസ് എന്ന് പറയുന്നത് ഒരു സെൽഫ് പണിഷ്മെന്റ് ആണ്. നമ്മൾ നമുക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് അൺഫോർഗീവ്നെസ് എന്ന് പറയുന്നത്. നിങ്ങളൊക്കെ ഉംറയ്ക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഹജ്ജിന് പോകുന്ന സമയത്ത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്നോടും പറഞ്ഞിട്ടുണ്ട്, ഞാൻ അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് നീ പുറത്തു നൽകണേ, നിനക്കും ഞാൻ പൊരുത്തപ്പെട്ട് നൽകുന്നു എന്നൊക്കെ. അപ്പൊ ഒരിക്കൽ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇവരെന്തിനാണ് എന്നോട് ഒന്ന് ക്ഷമ ചോദിക്കുന്നത്? എനിക്കറിയില്ലായിരുന്നു. കാലങ്ങൾ മുമ്പോട്ട് പോയപ്പോഴാണ് ഈ പുറത്തു കൊടുക്കലിന്റെ, ക്ഷമ ചോദിക്കലിന്റെ ഒക്കെ ഒരു ഇന്റൻഷൻ എന്താണെന്നുള്ളത് എനിക്ക് ബോധ്യമായത്. ശരിയാണ്, നമ്മൾ ഏതൊരു യാത്ര പോകുന്നതിന് മുമ്പും നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ, ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ, ആരാധനാലയത്തിൽ പോകാൻ ഇറങ്ങുമ്പോൾ നമ്മുടെ അംഗങ്ങൾക്ക് ശുദ്ധി വരുത്താറുണ്ട്, കുളിക്കാറുണ്ട്, നല്ല വസ്ത്രങ്ങൾ ധരിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് മുമ്പോട്ടുള്ള യാത്രയിലൊക്കെ നമ്മുടെ ഉള്ളത്തിനെ ശുദ്ധമാക്കി വെക്കേണ്ടത്. ഒന്നും പിടിച്ചു വെക്കാതെ, റിൻഷന് ഇന്നത്തെ മെഡിറ്റേഷനിൽ പറഞ്ഞ പോലെ എല്ലാത്തിനും അങ്ങ് ലെറ്റ് ഗോ ചെയ്യുക. കെട്ടിക്കിടക്കുന്ന ഈ കാര്യങ്ങളൊക്കെ നമ്മളങ്ങ് പൊട്ടിച്ചു വിടുമ്പോൾ ജലപ്രവാഹം പോലെ നമ്മൾ ഒഴുകേണ്ടിടത്തേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ഒഴുക്കിന് തടസ്സമായിട്ട് നിൽക്കുന്ന പല കാര്യങ്ങളും കാണും. കമ്പ്, കല്ല്, ചില ചപ്പ് ചവറുകൾ വന്ന് അടിഞ്ഞുകൂടിയിരിക്കുന്നത്. അത്രയും നേരം സുന്ദരമായിട്ട് ഒഴുകിക്കൊണ്ടിരുന്ന ആ നദിക്ക് ഒരു ഭാഗത്തെത്തുമ്പോൾ ഒഴുക്ക് തടസ്സപ്പെടും. അപ്പൊ ഈ നദി മുമ്പോട്ട് ഒഴുകിപ്പോയാൽ മാത്രമേ അതിന്റെ ലക്ഷ്യമായിട്ടുള്ള സമുദ്രത്തിൽ എത്താൻ പറ്റും. ആദ്യം നമ്മളൊരു മറ്റൊരു വലിയ പുഴയിലെത്തും, ഒരു കായലിലെത്തും, പിന്നെ അതിവിശാലമായിട്ടുള്ള അനന്തമായി കിടക്കുന്ന സമുദ്രത്തിലെത്തും. അങ്ങനെയാണ് ഈ നദിയുടെ പോക്ക്. ഈ നദി ഒന്ന് വന്നിട്ട് വേണം രണ്ട് കരകളിലും നിൽക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും സസ്യലതാദികൾക്കും ഒക്കെ ഒന്ന് പുഷ്പിച്ചു വരാനായിട്ട്. അവരും കാത്തു നിൽക്കുവാണ്. നേരെ മറിച്ച് ഈ നദി ഒന്ന് മുമ്പോട്ട് പോകുമ്പോൾ വേണം നദിയിലേക്ക് എന്തെങ്കിലും കൊടുക്കാനായിട്ട് വേറെ ചിലർ കാത്തു നിൽപ്പുണ്ട്. അപ്പോ ആ തടസ്സങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് തടസ്സങ്ങളെ എടുത്തു മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സംഭവിക്കുക? ആക്ച്വലി നമ്മുടെ യാത്രയിലും നമ്മളൊക്കെ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റെന്ന് പറയുന്നത്, അറിഞ്ഞും അറിയാതെയും ഒക്കെ നമ്മൾ പിടിച്ചു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളെ വിട്ടു കൊടുക്കാനുള്ളൊരു മടിയുണ്ട്. ഞാനൊന്ന് വിട്ടുകൊടുത്താൽ ഞാൻ തോറ്റു പോകുമോ, ഞാനൊരു മോശക്കാരൻ അല്ലെങ്കിൽ മോശക്കാരിയായി പോകുമോ എന്നൊരു ചിന്തയിലാണ് നമ്മൾ പലതിനും ലെറ്റ് ഗോ ചെയ്യാതിരിക്കുന്നത്. ഫോർഗീവ്നെസ്സിനെ നമുക്ക് ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ ആക്ച്വലി ഫോർഗീവ്നെസ് എന്ന് പറയുന്നത് മറക്കൽ അല്ല. ഇത് നോട്ട് ചെയ്യണമെങ്കിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കാട്ടോ, പെട്ടെന്ന് പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങളാണ്.
ഫൊർഗിവ്നെസ് ഈസ് നോട്ട് ഫൊർഗെറ്റിംഗ്. അത് മറക്കലല്ല. ചെയ്തു പോയ തെറ്റുകളെ ശരിയാക്കലല്ല. അത് നമ്മുടെ വീക്ക്നെസ് അല്ലെങ്കിൽ ദുർബലതയല്ല. ഇതൊന്നും അല്ല ഫൊർഗിവ്നെസ് എന്ന് പറയുന്നത്. ഫൊർഗിവ്നെസ് ഈസ് നമ്മുടെ ഹൃദയത്തിനെ സ്വതന്ത്രമാക്കലാണ്, ഹൃദയത്തിന് സ്വാതന്ത്ര്യം നൽകലാണ്, നമുക്ക് വേണ്ടാത്ത ഓർമ്മകളെ വിട്ടുകളയലാണ്. കൂട്ടിനുള്ളിൽ നിന്നും പക്ഷിയെടുത്ത് നമ്മൾ പറത്തിവിടുന്ന പോലെ വേണ്ടാത്ത ഓർമ്മകളെ വിട്ടുകളയലാണ് ഫൊർഗീവ്നെസ്. പിന്നെ ദൈവത്തോട് കൂടുതൽ അടുക്കലാണ് ഫൊർഗീവ്നെസ്. ഇപ്പോ മൂപ്പര് കുറച്ച് അകന്നു നിൽക്കുകയായിരിക്കാം, എന്നാൽ ഒന്ന് പുറത്തു കൊടുത്തു നോക്കിയേ, ഒന്ന് ക്ഷമ ചോദിച്ചു നോക്കിയേ. ആ അകന്നു നിൽക്കുന്നു എന്ന് നമ്മൾ പരാതിപ്പെടുന്ന, നമ്മുടെ പരാതി മാത്രമാണ്, യഥാർത്ഥത്തിൽ അകന്നു നിൽപ്പൊന്നുമില്ല. അകന്നു നിൽക്കുന്നുവെന്ന് നമുക്ക് തോന്നുന്ന അവനും ആയിക്കോട്ടെ, അല്ലെങ്കിൽ പല മനുഷ്യരും ആയിക്കോട്ടെ, ഇവരെല്ലാം ഒരു കാന്തത്തിലേക്ക് ഇരുമ്പ് തരികൾ ആകർഷിച്ചു വരുന്നത് പോലെ, അല്ലെങ്കിൽ പൂവിനെ തേടി പൂമ്പാറ്റകളും മറ്റ് ജീവജാലങ്ങളും ഒക്കെ വരുന്നത് പോലെ നമ്മളിലേക്ക് ഇങ്ങനെ അടുത്തടുത്ത് വരുന്നത് കാണാം. ഫൊർഗീവ്നെസ് എന്നുള്ള വേർഡ് തന്നെ ഏറ്റവും വലിയൊരു മായാജാലമാണ്. നമ്മള് സിമ്പിളായി പറഞ്ഞ, നേരത്തെ ഞാൻ ആ മനുഷ്യന്റെ കഥ പറഞ്ഞതുപോലെ, വർഷങ്ങളോളം നമ്മൾ നമ്മുടെ തലയിൽ വെച്ചിട്ടോ തോളിൽ വെച്ചിട്ടോ ചുമന്നുകൊണ്ട് നടന്ന ഒരു വലിയ ഭാരമുള്ള ഒരു ബാഗ് ഉണ്ട്, ഒരു വെയിറ്റ് ഉള്ള ഒരു ബാഗ് ഉണ്ട്. ആ ബാഗിനെ നമ്മൾ എവിടെയെങ്കിലും ഉപേക്ഷിച്ച് താഴെ വെച്ച് പോകുന്നതിനെയാണ് ഫൊർഗീവ്നെസ് എന്ന് പറയുന്നത്. ആ ഭാരം നമ്മൾ ഇറക്കി വെക്കുന്നതിനെയാണ് ഫൊർഗീവ്നെസ് എന്ന് പറയുന്നത്. ക്ഷമ എന്നത് മറ്റൊരാളെ മോചിപ്പിക്കുന്നതല്ല, മറ്റൊരാളെ ഫ്രീ ആക്കുന്നതല്ല. അത് നമ്മുടെ ആത്മാവിനെ മോചിപ്പിക്കലാണ്. ഇറ്റ്സ് എ ഫ്രീഡം ഓഫ് അവർ സോൾ. അതാണ് ആക്ച്വലി ക്ഷമ ചോദിക്കൽ കൊണ്ടും പുറത്തു കൊടുക്കൽ കൊണ്ടും മീൻ ചെയ്യുന്നത്. ഈ ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അറിയാതിരിക്കാം, ഒരുപക്ഷെ എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ വായിക്കുന്ന വേദപുസ്തകങ്ങളില്, പണ്ഡിതന്മാർ പറയുന്ന വാക്കുകളില്, ഏതെങ്കിലുമൊക്കെ മനുഷ്യരുടെ ആയിട്ടുള്ള സംസാരങ്ങളിലൊക്കെ ഈ അറിവ് നമ്മളിലേക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും ഈ ഫൊർഗീവ്നെസ് ഇത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്? ഇപ്പോഴും നമുക്ക് പുറത്തു കൊടുക്കാൻ പറ്റാത്തത്, ഇപ്പോഴും നമ്മൾ പലതിനെയും പിടിച്ചു നിർത്തുന്നതിന്റെ ഒരു റീസൺ എന്തായിരിക്കാം എന്ന് ഓർക്കുന്നത്. കാരണം നമ്മുടെ ഒക്കെ ഉള്ളില് ചില ടീമുകൾ ഇങ്ങനെ വന്നിരിക്കുക, കുടിയേറിയിരിക്കുക. ഈ ചാത്തന്മാർ വന്ന് കുടിയേറുന്നു, ബാധകൾ വന്ന് കയറുന്നു എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പോഴും നമ്മുടെ ഉള്ളില് നമ്മൾ അറിയാണ്ട് ചില ആൾക്കാർ വന്നിട്ട് ഇരിപ്പുണ്ട്. അവരവിടെ ഇരിക്കുന്നോണ്ടാണ് ആക്ച്വലി നമുക്കിത് ഭയങ്കര ഹാർഡ്നെസ് ആയിട്ട് തോന്നുന്നത്. ഇത് ആരൊക്കെയാണെന്ന് ചോദിച്ചാല്, ഫൊർഗീവ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആദ്യം പ്രശ്നമാക്കുന്ന ഒരാളുണ്ട്. ആരെന്നറിയോ? ഈഗോ. ഞാനെന്ന ഭാവം. ഈഗോക്ക് ഹർട്ടാവും. അങ്ങനെ നീ ഇപ്പൊ ഫൊർഗീവ് ചെയ്യണ്ടടാ, അങ്ങനെ നീ ഇപ്പൊ ക്ഷമിച്ചു കൊടുക്കണ്ടടാ, എനിക്കതിങ്ങനെ സുഖിക്കുന്നില്ലടാ എന്ന് പറഞ്ഞിട്ട് ഈഗോയ്ക്ക് ഹർട്ടാകും. പിന്നെ വേറൊന്നെന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻസ് ആണ്. ഞാൻ ഫൊർഗീവ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് മാറ്റം വരുമോ, ഞാൻ ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ എനിക്ക് ക്ഷമിച്ചു തരുമോ, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് അൺവാണ്ടഡ് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഓരോ രൂപങ്ങളിൽ നമ്മുടെ ഉള്ളിൽ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പാസ്റ്റിൽ അനുഭവിച്ചുള്ള ചില ട്രോമകളുണ്ട്. ട്രോമകൾ എന്ന് വെച്ചാൽ ചില മുറിവുകള്, ചില ഷോക്കിംഗ് ആയിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ടാവും. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കാം. ആ ട്രോമ അവിടെ കിടക്കുന്ന കാലത്തോളം നമുക്കൊന്ന് ഓപ്പൺലി ആരോടും പോയിട്ട് ക്ഷമ ചോദിക്കാനോ പുറത്തു കൊടുക്കാനോ പറ്റണമെന്നില്ല. അപ്പൊ ട്രോമ ഇവിടെ ഈ ഹൃദയത്തിന്റെ വടക്ക് കിഴക്കേ ദിക്കിൽ എവിടെയോ ഒരാട്ട് ഇരിപ്പുണ്ട്. പിന്നെ വേറൊന്നെന്ന് പറയുന്നത്, ആദ്യം അവൻ വന്നിട്ട് സോറി പറയട്ടെ, അല്ല അവള് വന്നിട്ട് സോറി പറയട്ടെ, വൈ നോട്ട് മീ, ഞാനിപ്പോ എന്തിനാ സോറി പറയുന്നതെന്നുള്ള ആ ഒരു ഭാവം, ആ ഒരു ഗർവ്, ഇതൊക്കെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് എത്രയൊക്കെ അറിഞ്ഞിട്ടും എത്രയൊക്കെ ധ്യാനിച്ചിട്ടും എത്രയൊക്കെ അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് എത്തപ്പെട്ടിട്ടും നിങ്ങൾക്ക് പുറത്തു കൊടുക്കാനോ ക്ഷമ ചോദിക്കാനോ ഇപ്പോഴും കഴിയാതിരിക്കുന്നത്. ഞാൻ മറ്റൊരു ചോദ്യം കൂടി ചോദിക്കട്ടെ. നിങ്ങൾ ഇപ്പോഴും പുറത്തു കൊടുക്കാത്ത ഒരാൾ നിങ്ങളുടെ മനസ്സിൽ താമസിക്കുന്നുണ്ടോ? ഇത്ര കാലമായിട്ടും പുറത്തു കൊടുക്കാൻ കഴിയാത്ത ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ജീവിക്കുന്നുണ്ടോ? ഒന്ന് കമന്റ് ചെയ്യൂ. ധൈര്യമായിട്ട് ചെയ്തു, ഇതിനൊന്നും മടിക്കേണ്ടതില്ല. ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിനെയൊക്കെ കെട്ട് പൊട്ടിച്ചു വിടാം.
ഇത് അങ്ങനെയുള്ള ഒരു വേദിയാണ്. യെസ്, ഉണ്ടാവും. ഇല്ലെങ്കിൽ നല്ല കാര്യം. ഓക്കെ, ഭയങ്കര നല്ല കാര്യമാണ്. ആ ഇല്ലാത്തവർക്ക് അത്രയും കയ്യടി, കാരണം നിങ്ങളൊക്കെ ഭയങ്കര ഫ്രീ ആയിട്ടുള്ള മനുഷ്യരാണ്. അപ്പോ ഇനി ഉണ്ടെങ്കിൽ തന്നെ വിഷമിക്കേണ്ടതില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്. നമുക്കൊക്കെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ള, പെർഫെക്റ്റ് അല്ലാത്ത മനുഷ്യർ മാത്രമാണ്. എങ്കിലും ഞാൻ ഈ ചോദ്യം ചോദിച്ച സമയത്ത് ആരുടെയൊക്കെയോ മുഖങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞിട്ടുണ്ടാവും. എപ്പോഴോ ഒന്ന് ആ, ക്ഷമിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനിയും ക്ഷമിക്കാൻ പറ്റാത്ത ഏതൊക്കെയോ മുഖങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞിട്ടുണ്ടായിരിക്കും. ആ, ഒരു സ്റ്റോറി എൻ്റെ ഇടയ്ക്ക് ഞാൻ ഒന്ന് പറയാണ്. ഒരു പണ്ട് പണ്ട് ഒരിടത്ത് രണ്ട് കൂട്ടുകാരുണ്ടായിരുന്നു. കൂട്ടുകാരെന്ന് വെച്ചാല് ചങ്ക് ഫ്രണ്ട്സ് ആണ്. ചക്കി ചെങ്ക് എന്ന് പറയുന്ന പോലെ, ജമ്പനും തുമ്പനും എന്നൊക്കെ പറയുന്നത് പോലെ ഭയങ്കര തിക്കായിട്ടുള്ള ചങ്കായിട്ടുള്ള രണ്ട് കൂട്ടുകാരാണ്. ഇവര് എല്ലാ കാര്യത്തിനും ഒരുമിച്ചായിരുന്നു. പക്ഷേ എല്ലാ കഥയിലെയും പോലെ ചെറിയൊരു കാര്യത്തിന്റെ പേരിൽ ഇവർ തമ്മിൽ അടിച്ച് പിരിഞ്ഞു. പിന്നെ ദുഷ്മനായി, അവര് തമ്മിൽ ശത്രുക്കളായി. ഇവര് തമ്മിൽ അടിച്ച് പിരിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ വർഷങ്ങളോളം ഇവര് തമ്മിൽ മിണ്ടാതെയായി. രണ്ടുപേരും ജോലി ചെയ്യുന്നത് ഒരേ നഗരത്തിലാണ്, താമസിക്കുന്നത് ഒരേ ഒരേ നഗരത്തിലാണ്. പക്ഷെ ഇവന്മാര് രാവിലെയും വൈകുന്നേരം ഒക്കെ തമ്മിൽ കാണുന്ന സമയത്ത് ഇവരുടെ ഫേസ് ഇരിക്കുന്നത് ഇങ്ങനത്തെ ഒരു രീതിയിലാണ്. ഇവരുടെ ഫേസ് ഇരിക്കുന്നത് കാരണം അവർക്ക് പരസ്പരം ഒരു ക്ഷമ ചോദിക്കാനോ ഒന്നൊന്ന് കോംപ്രമൈസ് ചെയ്യാനോ ഒന്നും താല്പര്യമില്ല. കാലങ്ങൾ ഇങ്ങനെ കടന്നുപോയി. ഒരു ദിവസം ഇതിൽ ഒരാള് അറിയുന്നു മറ്റേ ആള് ഇനിയില്ല, ഇനി ഒരിക്കലും ഇണക്കങ്ങളും പിണക്കങ്ങളും ഒന്നുമില്ലാത്ത ഒരു ലോകത്തേക്ക് അയാള് യാത്രയായി. ഈ സമയത്ത് ഇയാൾ തിരിച്ചറിഞ്ഞ ഒരു കാര്യമുണ്ട്. അയാള് പറയാണ്, എൻ്റെ ജീവിതത്തില് ഈഗോ വാസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ ലവ്. സ്നേഹത്തിനെക്കാട്ടിലും ഞാൻ പ്രാധാന്യം കൊടുത്തത് എൻ്റെ ഈഗോയ്ക്കായിരുന്നു, എൻ്റെ ഉള്ളിലുള്ള ഞാനെന്ന ഭാവത്തിനായിരുന്നു. എനിക്ക് തെറ്റുപറ്റി, പക്ഷെ ഇനി ഒരിക്കലും തിരുത്താൻ പറ്റാത്ത ഒരു തെറ്റായിട്ട് അത് മാറി. സോ ദിസ് റമദാൻ റിമൈൻഡ് us we don't always tomorrow. നമുക്ക് എല്ലായ്പ്പോഴും നാളെകൾ ഉണ്ടാവണമെന്നില്ല. ഇന്ന് ഈ നിമിഷം മാത്രമായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ അവശേഷിക്കുന്നത്. അതുകൊണ്ട് ഈ നിമിഷത്തിൽ സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ, ഈ നിമിഷത്തിൽ പുറത്തു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം. ഒന്നും നാളേക്ക് മാറ്റി വെക്കരുത്. നമ്മൾ ഉണ്ടാവണമെന്നില്ല, എപ്പോഴും ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന പലരും എന്ന് വെച്ചാൽ ഇത്രയും നമ്മുടെ കൂടെ നമ്മൾ ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നവർ പോലും ഉണ്ടാവണമെന്നില്ല. നാളെ എന്നത് ഒരു മിഥ്യ മാത്രമാണ്. ഈ നിമിഷമാണ് യാഥാർത്ഥ്യം. റമദാൻ സമയം ആയതുകൊണ്ട് തന്നെ പുറത്തു കൊടുക്കൽ അല്ലെങ്കിൽ ഫൊർഗിവ്നെസ് എന്നുള്ള ഈ ഒരു വിഷയത്തിനെ നമുക്ക് ഡിവൈനിറ്റി ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം, ദൈവമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. നമ്മളെ ഇങ്ങോട്ട് പടച്ചു വിട്ട നേരം മുതൽ പിടച്ച് തീർന്ന് നമ്മൾ അവിടേക്ക് തിരികെ ചെല്ലുന്ന നേരം വരെ നമ്മൾ എത്ര തെറ്റുകൾ ചെയ്താലും, ഒരേ തെറ്റുകൾ പിന്നെയും 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 ആവർത്തിച്ചാലും ശരി, അതെല്ലാം മറന്ന് സ്നേഹത്തോടെ നമ്മളെ ചേർത്ത് പിടിച്ച്, എൻ്റെ കുഞ്ഞെ നിന്നോട് ഞാൻ ക്ഷമിക്കുന്നു, നിനക്ക് ഞാനിതാ വീണ്ടും വീണ്ടും അനുഗ്രഹങ്ങൾ നൽകുന്നു എന്ന് പറയുന്ന ഒരു ദൈവ സ്നേഹമുണ്ട്. ആ സ്നേഹം പോലെ ആവാൻ നമുക്ക് എപ്പോഴാണ് സാധിക്കുക? നമ്മളോട് തെറ്റ് ചെയ്യാൻ നമ്മൾ എത്ര തെറ്റ് ചെയ്താലും ദൈവം പിന്നെയും 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 നമുക്ക് പുറത്തു വരും. ഞാൻ പറഞ്ഞു, ജനിച്ചു വീഴുന്ന നേരം തൊട്ട് പിടഞ്ഞു വീഴുന്ന നേരം വരെ അത് തുടർന്നുകൊണ്ടേയിരിക്കും. പിന്നെ നമ്മളൊന്നും അറിയുന്നില്ല, പിന്നെ നമ്മുടെ ആത്മാവാണ് എല്ലാം അറിയുന്നത്. അല്ലാഹ് ഈസ് ഗഫൂർ എന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. ദ മോസ്റ്റ് ഫൊർഗിവിങ് പേഴ്സൺ, അല്ലെ? ഏറ്റവും കൂടുതൽ ക്ഷമയുള്ള ആളാരാണ്? നമ്മളെ പടച്ചു വിട്ടവനാണ്. അതിനെക്കാട്ടിലും ക്ഷമയുള്ള ആരാണ് ഈ നമ്മുടെ ചുറ്റിനുമുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ അറിവിലുള്ളത്? നമ്മള് യാതൊരു നാണവുമില്ലാതെ, യാതൊരു ലജ്ജയും ഇല്ലാതെ
ദൈവത്തിനോട് പോയിട്ട് നമ്മൾ ക്ഷമ ചോദിക്കുന്നുണ്ട്. പിന്നെ എത്ര തവണ വേണമെങ്കിൽ നമ്മൾ സോറി ചോദിക്കും. ഓരോ തെറ്റും ചെയ്തിട്ട് ഓ പ്ലീസ് ഫോർഗീവ് മീ, എന്നോട് ക്ഷമിക്കൂ എന്ന് നമ്മൾ പറയും. പക്ഷെ ഈ ഒരു കാര്യം നമ്മൾ മറ്റുള്ളവരോട് ക്ഷമ ചോദിക്കാനോ ക്ഷമിക്കാനോ നമ്മൾ തയ്യാറാവുന്നുണ്ടോ? ദൈവത്തിനോട് ക്ഷമ ചോദിക്കുന്ന അതേ ഒരു മെന്റാലിറ്റിയോട് കൂടിയിട്ട് നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാനോ പുറത്തു കൊടുക്കാനോ പറ്റുന്നുണ്ടോ? നമുക്ക് എല്ലാവർക്കും ദൈവത്തിന്റെ സ്നേഹം വേണം, കാരുണ്യം വേണം, വാത്സല്യം വേണം, അനുഗ്രഹം വേണം. പക്ഷേ നമ്മൾ ഒരു കാര്യം അവിടെ ചെയ്തിട്ടാണ് ഇതൊക്കെ ചോദിക്കുന്നത്. ഒരു ഭയങ്കര ഒരു ലോക്ക് ഇട്ടിട്ട്, ഒരു താഴിട്ടിട്ട് നമ്മുടെ ഹൃദയത്തിനെ പൂട്ടി വെച്ചിരിക്കുകയാണ്. ഹൃദയം ഫുള്ള് ലോക്ക് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ എനിക്ക് നിന്റെ സ്നേഹം തരൂ, എനിക്ക് നിന്റെ കാരുണ്യം തരൂ, എനിക്ക് നീ എല്ലാ അനുഗ്രഹങ്ങളും തരൂ നാഥ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ പൂട്ട് തുറക്കാതെ എങ്ങനെയാണ് ഈ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് വരിക? ഈ പൂട്ട് ദൈവത്തിന്റെ മുമ്പിൽ മാത്രമല്ല, എല്ലാ ബന്ധങ്ങൾക്ക് മുമ്പിലും നമ്മൾ ഇട്ടുവെച്ചിട്ടുണ്ടായിരിക്കാം. നമ്മുടെ പേരൻസിന്റെ മുമ്പില്, പാർട്ട്ണറുടെ മുമ്പില്, മക്കളുടെ മുമ്പില്, കൂട്ടുകാരുടെ മുമ്പില്, അധ്യാപകരുടെ മുമ്പില്, സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടുമുട്ടുന്നവരുടെ മുമ്പിലൊക്കെ ഒരു പരിധി കഴിയുമ്പോൾ നമ്മളൊരു ലോക്കം കിട്ടുവെക്കും. അങ്ങനെ ഇപ്പൊ എന്നെ സ്നേഹിക്കണ്ട, എനിക്ക് നീ പറയുന്നൊന്നും കേൾക്കാൻ നേരമില്ലെന്നും പറഞ്ഞിട്ട് ഒരു ലോക്കം കിട്ടുവെക്കും. ഈ ലോക്ക് തുറക്കാത്തിടത്തോളം കാലം നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. ഈ ലോക്ക് ഇട്ട് വെച്ചിട്ട് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. ഇയാളിപ്പോ എന്താ എന്നെ മൈൻഡ് ചെയ്യാത്തെ, ഇവരെന്താ എന്നെ പഴയ പോലെ സ്നേഹിക്കാത്തെ, ഇവരെന്താ എന്നെ പഴയ പോലെ സപ്പോർട്ട് ചെയ്യാത്തെ, എന്റെ മക്കൾക്ക് എന്താ എന്നോട് പഴയതുപോലെ സ്നേഹമില്ലാത്ത, എന്റെ ഭാര്യയ്ക്കല്ല എന്റെ ഭർത്താവിന് എന്താ എന്നെ പഴയ പോലെ ഒരു വിശ്വാസം ഇല്ലാത്ത. പ്രശ്നം എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ, നമ്മളിവിടെ ഒരു പൂട്ടിട്ട് വെച്ചിരിക്കുകയാണ്. ആ ലോക്ക് അവിടെ ഇട്ട് വെച്ചിട്ട് നമ്മൾ എത്ര കരഞ്ഞിട്ടും കാര്യമില്ല, ശബ്ദം പുറത്തോട്ട് പോയില്ല, പുറത്തുനിന്നുള്ള ശബ്ദം ഇവിടേക്കും കേൾക്കില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമുക്ക് മെസ്സേജ് അയക്കുമ്പോൾ, നമ്മൾക്ക് കോൾ വരുന്ന സമയത്ത്, നമ്മളെ ഒരാൾ കാണാൻ വരുന്ന സമയത്തൊക്കെ നമ്മൾ അതിനെ പലപ്പോഴും അവഗണിച്ചിട്ടില്ലേ? ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ തുറന്നു നോക്കാവുന്നേ ഉള്ളൊരു മെസ്സേജ്, പക്ഷെ അതിന് വേണ്ട, ഇപ്പൊ തുറക്കണ്ടതില്ല, ഇച്ചിരി ജാട ഇടാന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ ആ മെസ്സേജ് ഒന്ന് മാറ്റി വെക്കും. ചില കോളുകൾ നമുക്ക് എടുക്കാവുന്നതാണെങ്കിൽ പോലും ആ എമർജൻസി എന്താന്ന് പോലും അറിയാതെ നമ്മൾ ചിലപ്പോൾ കോള് കട്ട് ചെയ്യും, ഫോൺ സൈലന്റ് ആക്കി വെക്കും. അയൽക്കാരനോ അയൽക്കാരെയോ ബന്ധുക്കളോ ഒക്കെ കാണാൻ വരുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ വീട്ടിനുള്ളിൽ ഒളിച്ചിരുന്നെന്ന് വരും, അല്ലെങ്കിൽ നമ്മൾ എവിടേക്കെങ്കിലും ഒന്ന് മാറി നിന്നു എന്ന് വരും, അല്ലെ? ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടില്ലേ? ഇനി എന്റെ ജന്മദിനം ആരും അറിയേണ്ടതില്ല എന്നുള്ള വാശിയോട് കൂടിയിട്ട് കൂട്ടുകാരിടുന്ന ഇൻസ്റ്റഗ്രാം സ്റ്റോറി, വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ ഒന്ന് റീമെൻഷൻ ചെയ്യാതെ മാറ്റി വെക്കുന്ന മനുഷ്യരുണ്ട്. ഒരുപാട് പേരെ എനിക്ക് പേഴ്സണലി അറിയാം. ശരിക്കും എത്ര ചെറിയ വരമ്പുകൾ കൊണ്ടാണ് വലം ചുറ്റുന്ന സ്നേഹപ്രവാഹത്തിനെ നമ്മൾ തടഞ്ഞു വെക്കുന്നൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ ചുറ്റിനും ഇങ്ങനെ സ്നേഹം നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുക. എങ്ങനെ സൂര്യനെ ഗ്രഹങ്ങൾ ചുറ്റുന്നത് പോലെ, ഈ പ്രപഞ്ചം ഇങ്ങനെ വട്ടം കറങ്ങുന്നത് പോലെ നമ്മുടെ ചുറ്റിനും ഈ സ്നേഹം ഇങ്ങനെ വലം വെച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മൾ ചെറിയൊരു വരമ്പെടുത്തിട്ട്, ഒരു അതിരെടുത്തിട്ട് വെക്കും. ആ ഒരു ചെറിയ വരമ്പിനാൽ, ഒരു മുടിനാരിഴയെക്കാട്ടിലും നേർത്ത വരമ്പായിരിക്കാം, ആ ഒരു വരമ്പിനാൽ നമ്മൾ ആ സ്നേഹത്തിനെ അവിടെ തടഞ്ഞു നിർത്തുകയാണ്. ആ വരമ്പിനെ ഭേദിച്ച് ഇപ്പുറത്ത് വരാനുള്ള പവറുള്ള ആളാണ് സ്നേഹം. പക്ഷേ സ്നേഹത്തിന് എപ്പോഴും ഒരു മര്യാദയുണ്ട്. ഇല്ല, നിന്റെ അനുവാദമില്ലാതെ, നീ ആ അതിരെടുത്ത് മാറ്റാതെ ഞാൻ ഒരിക്കലും നിന്റെ ഉള്ളിലേക്ക് വരില്ല. അത് സ്നേഹമെന്ന ആ ശക്തിയുടെ ഒരു മായാജാലമാണ്. നമുക്കൊക്കെ ഈ പ്രാണൻ നൽകിയ ഒരു നാഥനുണ്ട്. ആ നാഥൻ നമ്മളോട് എപ്പോഴും പറയുന്നുണ്ട്, എന്റെ ശബ്ദം നീയൊന്ന് കേൾക്കൂ കുഞ്ഞെ, എന്നെ നീയൊന്ന് അറിയൂ, എനിക്ക് പറയാനുള്ളത് നീയൊന്ന് കേൾക്കൂ എന്ന് പലരിലൂടെ, പല സംഭവങ്ങളിലൂടെ നമ്മളോട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നാഥന്റെ പ്രണയ അഭ്യർത്ഥനയാണ് പല മനുഷ്യരുടെ സ്നേഹമായിട്ട് നമ്മളിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ചെയ്യുന്ന എന്താ? ആ സ്നേഹത്തിനെ അങ്ങോട്ട് തടഞ്ഞു നിർത്തും, കണ്ടില്ലെന്ന് നടിക്കും. അപ്പോ ആ പ്രാണനാഥന്റെ നാദത്തിനെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടോ? നമ്മളിലേക്ക് വരണ്ട ആ ഒരു സ്നേഹത്തിനെ നമുക്ക് ശരിക്കും അനുഭവിക്കാനാവുന്നുണ്ടോ? പ്രാണനാഥന്റെ നാദത്തെ കേൾക്കാൻ തയ്യാറാവാതെ എന്ത് ചെയ്തിട്ടെന്താ, എന്തെല്ലാം അനുഭവിച്ചിട്ടെന്താ, എന്ത് നോമ്പെടുത്തിട്ടെന്താ കാര്യം? ആ നാദത്തെ കേൾക്കാനായിട്ട് നമ്മുടെ ഉള്ളില് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്ന ഈ ചെറിയ 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 വരമ്പുകളെ, ചെറിയ ലിമിറ്റേഷൻസിനെ നമ്മളൊന്ന് ഇല്ലാതെയാക്കണം, ഒന്ന് അലിയിച്ചു കളയണം.
Allah loves those who forgive. ക്ഷമിക്കുന്നവനോടാണ് പടച്ചവന് ഏറ്റവും അധികം സ്നേഹം തോന്നുന്നതെന്ന് നിങ്ങൾ എപ്പോഴും പറയാറില്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ അങ്ങനെ? യാതൊരു മടിയും കൂടാതെ, ഒരു ലിമിറ്റേഷനും ഇല്ലാതെ ഈ നിമിഷം തൊട്ടൊന്ന് മറ്റുള്ളവരോടൊന്ന് പുറത്തു കൊടുത്തു നോക്കിയിട്ട് കാരുണ്യത്തിന്റെ ആ പ്രവാഹം നിങ്ങളിലേക്ക് ഒഴുകുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആക്ച്വലി ഫോർഗിവ്നെസ് എന്ന് പറയുന്ന ഒരു ഇമോഷണൽ ഹീലിംഗ് അല്ല, അതൊരു ടൈപ്പ് ഓഫ് വർഷിപ്പ്, ഇബാദത്താണ്. ഞാനീ പറയുന്നതൊക്കെ ഓരോരുത്തരുടെയും ഉള്ളിൽ കയറുന്നത് നിങ്ങളുടെയൊക്കെ ഒരു ലൈഫിൽ നിങ്ങൾ അനുഭവിച്ച, നിങ്ങൾ കടന്നുപോയ നിമിഷങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കാം. ചിലർക്ക് ഇത് ആഴത്തിൽ കണക്റ്റഡ് ആവാം, ചിലർക്ക് ഇപ്പോഴൊന്നും തോന്നണമെന്നില്ല. പക്ഷെ ഇതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. കുറച്ച് കാലങ്ങൾക്കപ്പുറം, കുറച്ച് നാളുകൾക്കപ്പുറം ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ ഉള്ളിലെ ഇരുട്ടങ്ങ് നീങ്ങിയിട്ടൊരു വെളിച്ചം കടന്നു വരും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വാക്കുകളൊക്കെ ഒരു കണ്ണാടിയിൽ എന്നതുപോലെ നിങ്ങളുടെ ഉള്ളിൽ പ്രതിഫലിക്കും. ഫോർഗിവ്നെസ് എന്ന് പറയുന്നത് ശരിക്കും 2 തരത്തിലുണ്ട്. സിംപിളി പറഞ്ഞാൽ 2 തരത്തിലാണ് ഫോർഗിവ്നെസ്. ഫോർഗിവ് അതേഴ്സ്, മറ്റുള്ളവർക്ക് പുറത്തു നൽകുക. അത് പക്ഷെ അവർക്ക് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഫോർഗിവ് ചെയ്യേണ്ടത്. പിന്നെ ആസ്കിങ് ഫോർഗിവ്നെസ്. ദ ഫസ്റ്റ് വൺ ഈസ് forgive others. The second one is asking forgiveness. സോറി പറയുന്നത് ആക്ച്വലി നമ്മുടെ ഈഗോയെ ഇല്ലാതാക്കലൊന്നും അല്ല. അത് ആത്മീയമായിട്ടുള്ള ഒരു വളർച്ചയാണ്, നമ്മുടെ ആത്മാവിന്റെ ഒരു വളർച്ചയാണ്. നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ തവണ നമ്മൾ സോറി ചോദിക്കുമ്പോൾ. നമ്മൾ ആരുടെ മുമ്പിൽ ചെറുതാകുന്നതല്ല. ഈ ലോകത്തിലേക്കും വെച്ചിട്ട് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മനുഷ്യരാരാന്നറിയോ? ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള മനുഷ്യരാരറിയോ? ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള മനുഷ്യര് ഐ വാസ് റോങ്, ഞാൻ തെറ്റായിരുന്നു എന്ന് തുറന്നു പറയാൻ കഴിയുന്നവരാണ് ഈ പ്രപഞ്ചത്തിലേക്കും വെച്ചിട്ട് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള പീപ്പിൾസ്. ആ തുറന്നു പറയാനുള്ള ധൈര്യമാണ് ഏറ്റവും വലിയ കരുത്ത്. ഒരാളോട് ഒരു സോറി പറയാൻ പറ്റുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു തോൽവിയല്ല, അത് നമ്മുടെ വളർച്ചയാണ്. ആക്ച്വലി നമ്മൾ ഗ്രോ ചെയ്യുന്നത് എങ്ങനെയാണ്? ആ സോറി പറയുന്ന നേരത്താണ്. നമുക്കൊരു പ്രാക്ടിക്കൽ സ്റ്റെപ്പ് വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോട്ട് ചെയ്യാം. ബിക്കോസ് ഇതൊരു സിമ്പിളായിട്ട് നിങ്ങൾക്ക് എല്ലാ കാലത്തും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാക്ടിക്കൽ ടിപ്പാണ്. നിങ്ങളുടെ മനസ്സിൽ ജസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, ലെറ്റ് മീ സ്റ്റാർട്ട്. നിങ്ങളോട് തെറ്റ് ചെയ്ത, നിങ്ങൾക്ക് ഒരിക്കലും പുറത്ത് നൽകാൻ പറ്റില്ലെന്ന് തോന്നുന്ന ആരുടെയെങ്കിലും ഒരു മുഖം ഒന്ന് മനസ്സിൽ കണ്ടു. ക്ഷമിച്ചു കൊടുത്തവരുണ്ടെങ്കിലും ആ ക്ഷമിച്ചു കൊടുത്തവരെ ആയിക്കോട്ടെ, ജസ്റ്റ് ഒന്ന് മനസ്സിൽ കണ്ടു. ആ മുഖം അങ്ങനെ ഒന്ന് മനസ്സിൽ ഓർത്താൽ മാത്രം മതി. അപ്പോ നെക്സ്റ്റ് ചെയ്യേണ്ട എന്താണെന്നറിയോ? ഇന്നു മുതൽ ഇനിയുള്ളൊരു 7 ദിവസം അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യണം. അവരെത്ര തെറ്റ് നിങ്ങളോട് ചെയ്തോട്ടെ, എത്ര ദുഷ്ടന്മാരോ ദുഷ്ടത്തികളോ ആയിക്കോട്ടെ, ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത വേദനകൾ സമ്മാനിച്ചവരാണെങ്കിലും ശരി, ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ചെയ്യണം. ഇനിയുള്ള 7 ദിവസം അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യണം. അവരോട് ക്ഷമിച്ചുകൊണ്ടും പൊറത്തു കൊടുത്തുകൊണ്ടും സ്നേഹത്തോടു കൂടിയിട്ട് അവർക്ക് നിങ്ങളൊരു കത്ത് എഴുതണം. ആ കത്ത് പോസ്റ്റ് ഒന്നും ചെയ്യണ്ട, ആരെയും കാണിക്കണ്ട, എഴുതിയിട്ട് നിങ്ങൾ എവിടെയെങ്കിലും എടുത്തു വെച്ചു. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആ വ്യക്തിയുടെ പേരോ അല്ലെങ്കിൽ ആ വ്യക്തി ആരാന്നുള്ളതൊക്കെ ആ കത്തിൽ എഴുതിയിട്ട്, ഭയങ്കര തെറ്റായിരിക്കാം നമ്മളോട് ചെയ്തത്. ചിലപ്പോൾ നമ്മളൊരു മുട്ട ചോദിച്ചിട്ട് തരാത്ത ആളായിരിക്കാം, ഉള്ളി ചോദിച്ചിട്ട് തരാത്ത ആളായിരിക്കാം, അല്ലെങ്കിൽ ഒരു വറുത്ത മീൻ ചോദിച്ചിട്ട് തരാത്ത ആളായിരിക്കാം, അല്ലെങ്കിൽ ശരീരത്തിനും മനസ്സിനും അത്രമേൽ മുറിവേൽപ്പിച്ച ഒരു വ്യക്തിയായിരിക്കാം. ആ വ്യക്തിയെ, ഫോർ എക്സാമ്പിൾ, ഞാനൊരു വെറുതെ ഇപ്പൊ ഞാൻ ഫാരിഷയുടെ ഒരു പേര് വെറുതെ പറയാം കേട്ടോ. പ്രിയപ്പെട്ട ഫാരിഷ എന്നോട് അതിഭീകരമായിട്ടുള്ള ഒരു തെറ്റ് ചെയ്തു. ആ തെറ്റെന്താന്ന് ഈ കത്തിൽ എഴുതുക. എഴുതിയിട്ട്, എങ്കിലും ഞാൻ നിനക്ക് ഏറ്റവും സ്നേഹത്തോട് കൂടിയിട്ട് പുറത്തു തരുന്നു. ആ കത്തിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലുമൊക്കെ എഴുതാനുണ്ടെങ്കിൽ എഴുതാം, ഓക്കെ, വാട്ടെവർ. ആ കത്ത് എഴുതിയിട്ട് ഇത് മടക്കി എവിടെയെങ്കിലും ഒന്ന് സൂക്ഷിച്ചു വെച്ചേക്കാം.
ബിക്കോസ് ഇതിൻ്റെയൊക്കെ റിസൾട്ട് എന്താണെന്നുള്ളത് നിങ്ങളുടെ മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഒറ്റത്തവണ എഴുതിയാൽ മതി, 7 ദിവസം ഒന്നും എഴുതണ്ട. കത്ത് എഴുതുന്നവർ ഒറ്റത്തവണ എഴുതിയാൽ മതി. പിന്നെ ദ മെയിൻ തിങ് ഈസ് അവരെ കുറിച്ചിട്ടുള്ള എല്ലാ എക്സ്പെക്ടേഷൻസും എടുത്തു കളഞ്ഞേക്കുക. ഞാൻ ഇങ്ങനെ ചെയ്തതുകൊണ്ട് അവർ നന്നാകുമെന്നോ, അവരിങ്ങോട്ട് വന്ന് എന്നോട് സംസാരിക്കുമെന്നോ, അവര് എന്നെ വിളിക്കുമെന്നോ, അല്ലെങ്കിൽ അവരെനിക്ക് ക്ഷമിച്ചു തരുമെന്നോ ഒരു പ്രതീക്ഷയും വേണ്ട. കംപ്ലീറ്റ് എക്സ്പെക്ടേഷൻസും എടുത്തിട്ട് വലിച്ചെറിഞ്ഞേക്കുക. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അല്ലാതെ നിങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ടോ കത്തെഴുതിയോണ്ടോ ഒന്നും ഒരു കാര്യമല്ല. ഈ എക്സ്പെക്ടേഷൻ ഫസ്റ്റ്ലി എടുത്ത് കളയണം. ഇനി ദ ലാസ്റ്റ് പോയിന്റ്, ദിസ് ഇസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. എല്ലാ ദിവസവും ഉള്ള നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഒറ്റ കാര്യം പറയാ, അല്ലാ പ്ലീസ് സോഫ്റ്റൻ മൈ ഹാർട്ട്. എൻ്റെ ഹൃദയത്തിനെ ഏറ്റവും മൃദുവാക്കി തരണേ, സോഫ്റ്റ് ആക്കി തരണേ. ഇപ്പൊ കാഠിന്യമേറിയിട്ടുള്ള ഒരു കല്ല് പോലെ ആയിരിക്കാം നമ്മുടെയൊക്കെ പലരുടെയും ഹെയർട്ട് ഇരിക്കുന്നത്. പക്ഷെ പടച്ചവനെ, എൻ്റെ ഹൃദയത്തിനെ നീ ഏറ്റവും സോഫ്റ്റ് ആക്കി തരണേ. ഇത് നിങ്ങളുടെ എല്ലാ ദിവസമുള്ള പ്രാർത്ഥനകളിൽ, റമദാൻ കഴിഞ്ഞാലും ശരി, കണ്ടിന്യൂസ്ലി ഇത് കൊണ്ടുപോകും. ഒരു തൂവലിനെക്കാട്ടിലും മൃദുവായിട്ടുള്ള ഒരു വസ്തുവാക്കിയിട്ട് നിങ്ങളുടെ ഹൃദയത്തിനെ മാറ്റിയിരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രാക്ടിക്കൽ സ്റ്റെപ്പായിട്ട് ചെയ്യുക. അത് മറ്റാർക്കും വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്, എനിക്ക് വേണ്ടിയിട്ട്, എൻ്റെ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട്, എൻ്റെ ആത്മീയമായിട്ടുള്ള അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നു എന്നുള്ള ഇന്റൻഷനോട് കൂടി ചെയ്യുന്നവരാരോ അവരെല്ലാം ഇനി കടന്നു പോകാൻ പോകുന്നത് ഇതുവരെയും അനുഭവിക്കാത്ത ആനന്ദത്തിലൂടെ ആയിരിക്കാം. ഏറ്റവും വലിയ പരമാനന്ദത്തിലൂടെ ആയിരിക്കാം. ഏറ്റവും വലിയ ആനന്ദം എന്താണെന്നറിയാമോ? ഇനി ഒന്നും വേണ്ട എന്നുള്ളതാണ് പരമമായ ആനന്ദം. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ പ്രതീക്ഷകളെ ഒഴിവാക്കി പുറത്തു കൊടുത്ത് സ്നേഹിച്ച് ക്ഷമിച്ച് മുമ്പോട്ട് പോകണം. അപ്പോൾ നമ്മുടെ ഹൃദയം ഒരു ഭാരമില്ലാത്ത വസ്തുവായിട്ട് മാറും. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നമുക്കൊക്കെ തോന്നും നമ്മുടെ മുമ്പിൽ ഇനിയും ഒരുപാട് സമയം ബാക്കിയുണ്ട്. സമയമൊന്നും ആയിട്ടില്ല, എൻ്റെ ലൈഫ് ഒന്നും ആയിട്ടില്ല, അല്ലെങ്കിൽ ഇന്നത്തെ പകലൊന്നും ആയിട്ടില്ല, ഇനി ഒരുപാട് സമയം ബാക്കിയുണ്ടെന്ന്. ആക്ച്വലി സമയം വളരെ കുറവാണെന്നുള്ളതും അത് അതിവേഗത്തിൽ കടന്നു പോകും എന്നുള്ളതും ഒന്നും പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നില്ല. ഇവിടെ ഇന്ന് ഇവര് എനിക്ക് തന്ന സമയം അത് ഏകദേശം അവസാനിക്കാറായി. എത്ര നേരം നമ്മളിവിടെ ഒരുമിച്ചിരുന്നെന്നോ, ഞാൻ നിങ്ങളോട് എന്തെല്ലാം കാര്യങ്ങൾ പങ്കുവെച്ചെന്നോ ഉള്ളതൊക്കെ ഈ ഒരു സെഷൻ എല്ലാവരും ലീവ് ചെയ്ത് കഴിയുമ്പോൾ ഓർമ്മ മാത്രമായിട്ട് പോകും. അതുപോലെ തന്നെയാണ് കുറച്ച് ദിവസങ്ങൾക്കപ്പുറം ഈ പരിശുദ്ധ റമദാൻ കാലവും ഓർമ്മ മാത്രമായി പോകും. റമദാൻ അവസാനിച്ചു കഴിഞ്ഞാലും നമ്മൾ സുഖപ്പെടുത്തിയ ഹീൽ ചെയ്ത നമ്മുടെ ഹൃദയം ഉണ്ടല്ലോ, അത് റിമെയിൻ ചെയ്യും, അതിങ്ങനെ ബാക്കിയാകും. അതുകൊണ്ട് ഇന്ന് എനിക്ക് അവസാനമായിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം കൂടി നൽകാനുള്ളൂ. സോ ഇനി എല്ലാവരും ബാക്കി എല്ലാ തിരക്കുകളും ഒന്ന് മാറ്റിവെച്ചിട്ട്, എല്ലാ ചിന്തകളും ഒന്ന് മാറ്റിവെച്ചിട്ട് നിങ്ങളുടെ കണ്ണുകളൊന്ന് അടച്ചിരിക്കുക കുറേ നേരത്തേക്ക്. ഫുള്ളി ക്ലോസ് യുവർ ഐസ് ആൻഡ് ഞാൻ പറയാതെ നിങ്ങൾ ആരും ഇനി കണ്ണ് തുറക്കരുത്. ഞാൻ ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞു തരാൻ പോവാണ്. നിങ്ങൾ കണ്ണടച്ചിട്ട് വേണം ഇത് കേൾക്കാനായിട്ട്. സോ ജസ്റ്റ് എ സെക്കൻഡ്. എൻ്റെ ഈ ശബ്ദത്തിലൂടെ അവൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, നീ ഇതുവരെ ക്ഷമിക്കാത്ത ഒരാളെ നീ ഒന്ന് മനസ്സിൽ കാണുക. അവരുടെ പേര് നിശബ്ദമായി ഒന്ന് വിളിക്കുക. അവരോടുള്ള ദേഷ്യമെല്ലാം മറന്നിട്ട് അവർക്കായി
നീ ഒരു ദുആ ചെയ്യുക. ഓർക്കുക, ഇത് അവർക്കായല്ല, നിന്റെ ഹൃദയത്തിനെ ശാന്തമാക്കാനാണ്. അതിന്റെ പൂട്ടുകൾ തകർത്ത് അതിലൂടെ എന്റെ സ്നേഹത്തിനെ നിന്നിലേക്ക് നൽകാൻ വേണ്ടിയിട്ടാണ്. നീ ആത്മാർത്ഥമായിട്ട് പറയൂ, യാ അല്ലാ, ഞാൻ ഈ ഭാരം ഇറക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ ഹൃദയത്തെ, എൻ്റെ ആത്മാവിനെ സ്വതന്ത്രമാക്കുകയാണ്. നിന്റെ സ്നേഹത്തിനും കാരുണ്യത്തിനും നന്ദി. ഞാൻ ഒരിക്കൽ ഒരാളോട് ചോദിച്ചു, നിന്റെ മുഖത്ത് എന്താണ് ഇത്ര പ്രകാശം? എന്താണ് ഈ തേജസ്സിന്റെ രഹസ്യം? അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ ആരെയും എൻ്റെ ഹൃദയത്തിൽ തടവിലിടുന്നില്ല. വർഷത്തിൽ ഒരിക്കലെത്തുന്ന റമദാൻ നമ്മളെ ശുദ്ധമാക്കുന്നു, ത്യാഗത്തിലൂടെ വിനയമുള്ളവരാക്കുന്നു. എന്നാൽ ക്ഷമയാണ് നമ്മളെ വെളിച്ചമുള്ളവരാക്കുന്നത്, ഉള്ളിലെ ഇരുട്ട് നീക്കുന്നത്. Let this Ramadan not only empty your stomach, but lighten your heart. നമുക്ക് ഒരുമിച്ച് ഒരിക്കൽ കൂടി പറയാം, യാ അല്ലാ, ഞങ്ങൾ അറിയാതെ വേദനിപ്പിച്ചവരുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കാനുള്ള ശക്തി തരണേ. ഞങ്ങളെ വേദനിപ്പിച്ചവരെ ഫൊർഗിവ് ചെയ്യാനുള്ള ഹൃദയ വിശാലത തരണേ. ഈ റമദാൻ ഞങ്ങളുടെ ഹൃദയം ശുദ്ധമാക്കട്ടെ, ഭാരം കുറഞ്ഞതാക്കട്ടെ, പ്രകാശം നിറയ്ക്കട്ടെ. ആമീൻ. Now slowly open your eyes and smile. വീഡിയോ മോഡിലുള്ളവരുടെ ചിരി മാത്രം എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ദാറ്റ്സ് ഓൾ. നിങ്ങളുടെയൊക്കെ ഹൃദയം ശാന്തമായിട്ടുണ്ടാവും. ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ അവശേഷിച്ചിരുന്ന ചെറുതും വലുതുമായിട്ടുള്ള കല്ലുകളൊക്കെ ഇല്ലാതായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ദാറ്റ്സ് ഓൾ. താങ്ക് യു സോ മച്ച്. എല്ലാം 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 അവനിലേക്ക് സമർപ്പിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങൾ ഏറ്റവും മനോഹരമാവട്ടെ, അതിസുന്ദരമാകട്ടെ. അത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് പ്രസിദ് സർ. വാക്കുകളില്ലല്ലേ ചില സമയത്ത്. ആക്ച്വലി ഞാനിപ്പോ ഫീൽ ചെയ്യാണ് ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ള സെഷൻ ആയിരുന്നു എന്നുള്ള ഒരു